റോസേട്ടാ എത്ര പേര് പണിക്ക് വന്നു നിങ്ങളുടെ ഈ വള്ളത്തിൽ? 4 പേര് അല്ലേ? ആരൊക്കെ? പേരെന്താ? ഒരാളെ പേര് എനിക്ക് അറിയില്ല. ഒന്ന് ഫ്രാൻസിസ്, ഒന്ന് ഒന്ന് ക്ലീറ്റസിന്റെ വള്ളമാണല്ലേ? ഈ സ്രാവിന്റെ പേരെന്താ? അച്ചിനി സ്രാവ്. അപ്പൊ ഈ സ്രാവ് കൊണ്ടുവന്നപ്പോ ഈ സ്രാവ് കിട്ടിയപ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ചേട്ടന്? ആ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ ഇതിന് മുമ്പ് കിട്ടിയില്ല സ്രാവ്. ഇപ്പം ആദ്യമായിട്ട് ഒരു സ്രാവ് കിട്ടിയപ്പോൾ ഒരു ആനന്ദം പോലെ ആയിരുന്നു. വലിച്ചു കൊണ്ടുവരാമല്ലോ എന്ന് പറഞ്ഞു. ഈ സ്രാവിനെ എങ്ങനെയാണ് ഓടാൻ വിടുന്നത്? ഏകദേശം എത്ര സമയം എടുക്കും സ്രാവ് ചാകാനായിട്ട്? ഏകദേശം ഒരു 3 മണിക്കൂറൊക്കെ എടുക്കും. 3 മണിക്കൂർ എടുക്കല്ലേ? സ്രാവിനെ ഓടിച്ചാണ് പിടിക്കുന്നത് അല്ലേ? വേറെ ആരെങ്കിലും വള്ളക്കാരുണ്ടായിരുന്നു സഹായിക്കാൻ? വള്ളം കൊണ്ട് കയറ്റാൻ പറ്റൂല. വേറൊരു വള്ളക്കാരുടെ സഹായം ഉണ്ടെങ്കിൽ തന്നെ കയറ്റാൻ പറ്റും. വെള്ളത്തിൽ കയറ്റാൻ പറ്റല്ലേ? നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഞാൻ സ്രാവിൻ്റെ വീഡിയോസ് ഒന്നും ചെയ്യേണ്ടെന്ന് വിചാരിച്ചതാണ്. എന്നാലും നോക്കിയപ്പം ഫെബ്രുവരി 16-ാം തീയതി ഉച്ചയ്ക്ക് 2:30 മണി സമയം നമ്മുടെ വിഴിഞ്ഞത്തെ വീണ്ടും ഒരു അച്ചിനി സ്രാവ് വന്നിട്ടുണ്ട്. നമ്മുടെ വിഴിഞ്ഞം ക്ലീറ്റസൈഡിൻ്റെ വള്ളത്തിലാണ് വന്നിട്ടുള്ളത്. 4 പേരാണ് ഇവർ പണിക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അന്ന് വള്ളത്തിൽ നിന്ന് ഇറക്കുന്ന കാഴ്ചയൊന്നും ഞാൻ കാണിക്കുന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ വീഡിയോസിലൊക്കെ നമ്മുടെ കൂട്ടുകാർ കണ്ടു കാണും. സ്രാവിനെ എങ്ങനെയാണ് ഇറക്കുന്നത്, അതെങ്ങനെയാണ് വലിച്ചുകൊണ്ട് ലേലത്തിൽ കൊണ്ടിടുന്നത്, എല്ലാ കാഴ്ച നമ്മുടെ കൂട്ടുകാർ കണ്ടതാണ്. അപ്പോൾ അത് കാരണം ഞാൻ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ലേലവിളി കാഴ്ചകൾ മാത്രമാണ് നമ്മുടെ കൂട്ടാട് മുൻപിൽ എത്തിക്കുന്നത്. 500 ഇവിടുത്തെ വിളിയാണ്. 80,500 80,500 600 600 600 600 600 700 900 900 900 80,900 80,900 80,900 81,000 81,000 81,000 100 200 300 300 300 300 400 500 600 600 700 800 900 82,000 100 200 300 400 500 600 700 800 900 900 900 82,900 82,900 82,900 82,900 82,900 82,900 82,900 83,000 83,000 83,000 83,000 83,000 83,000 83,000 3,000 83,000 3,000 83,000 3,000 3,000 83,000 3,000 83,000 3,000 ഇവിടുത്തെ വിളിയാണ്. കൂട്ടിയുണ്ടാ 83,000 എടുക്കണം.